നമസ്കാരം. കാശ്മീർ ശ്രീനഗറിലുള്ള ടുളിപ്പ് സീസണാണ് കാണുന്നത്. ടുളിപ്പ് സീസൺ ഏതാണ്ട് 1,80,000-ഓളം ടുളിപ്പ് പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഈ ടുളിപ്പ് സീസൺ ഈ ഏപ്രിൽ പകുതിയോടുകൂടി ഈ ടുളിപ്പ് സീസൺ തീരുകയാണ്. വിവിധ തരത്തിലുള്ള ഈ പൂക്കളുടെ മനോഹാരിത അത്ഭുതം. ഇത്രയും നല്ല, ഇത്രയും വലിയ, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും ഗംഭീരം. ഏപ്രിൽ മാസത്തിലെ ട്യൂലിപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര മനോഹരം! വിവിധ നിറത്തിലുള്ള, ഒരു സൈഡിൽ തന്നെ വെള്ള, മറ്റു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല വയലറ്റ് കളറ് അല്ല. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റെഡാണ്. ഇത് കണ്ണിന് തരുന്ന ഒരു നയനമനോഹരമായ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഓരോ ബെഡ് എടുത്ത് പായി ക്ലിപ്പിച്ച് വന്നിരിക്കുന്ന ഗംഭീരമായ ഷോ. ഇതിനിപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപ. പക്ഷെ 100 രൂപ എന്ന് പറയുന്നത് മുതലാണ്. എന്താ ഭംഗി! മുകളിൽ നല്ല മലനിരകൾ, ആ മലനിരകളിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. 2 മാസം മുമ്പ് വരെ നിറഞ്ഞ മഞ്ഞുമായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടത്തില്ല. പക്ഷെ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്, രക്ഷയില്ല. ബിയോണ്ട് വേർഡ്സ്. എന്താണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് അത്ര വിശാലമായ രീതി അങ്ങനെ കിടക്കുകയാണ്. കമനീയമായ കാഴ്ച, ഭംഗിയായിരുന്നു. കാശ്മീർ സന്ദർശിക്കുമ്പോൾ ശ്രീനഗറിലെ ടുലിപ്പ് സീസണിലെ ടുലിപ്പ് പുഷ്പങ്ങൾ. എന്താ അതിന്റെ ഭംഗി! നമ്മൾ ഈ ചിത്രത്തിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന പോലെ ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ഥലത്ത് വന്നാലേ പറയുള്ളൂ. മറ്റത് വരയാണെന്നും വിചാരിക്കുള്ളൂ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന പോലെ. പക്ഷെ ഇതാണ് കാശ്മീരിലെ ടുലിപ്പ് സീസൺ. അതിൻ്റെ നടുക്ക് നമ്മൾ അപൂർവം മാത്രം കാണുന്ന ദേവദാര മരമാണ് കാണുന്നത്. നേരെ കാണുന്ന ദേവദാരമാണ്. ഇത് നമ്മുടെ ഈ കാശ്മീർ അതുപോലെ തന്നെ ഗംഗോത്രി ആ ഭാഗത്തൊക്കെ ഈ ദേവദാര മരമുള്ളൂ. ദേവദാരം, ഇതാണ് ദേവദാരം. ഒരു രക്ഷയില്ല, നമുക്ക് വിവരണാതീതമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു 10-40 ഏക്കറോളം വലിപ്പമുണ്ടെന്ന് എനിക്ക്. അത്രയും സ്ഥലത്തിൽ ഇതിങ്ങനെ നയനമനോഹരമായ കാഴ്ചയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വിസ്താര ഭയം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ പകുതി പോലും വന്നിട്ടില്ല. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ.